ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ അമാവാസി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ്. ഓരോ അമാവാസി കഴിയുമ്പോഴും നമുക്കുള്ളിലും നമ്മുടെ ലൈഫിലുമൊക്കെ ഒരു ഷിഫ്റ്റ് വരും. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കും നമ്മുടെ മൈൻഡിലും നമ്മുടെ ജീവിതത്തിലും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. First, Page of Wands, Ace of Wands, Justice, Ten of Wands, the World, the Hermit, the Sun, the Devil, Seven of Swords, Page of Pentacles. ബോട്ടം വന്നിരിക്കുന്നത് ദ എംപറർ ആണ്. പറയാതിരിക്കാൻ വയ്യ, 3 ന്യൂ ബിഗിനിങ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൺസ്, ഏസ് ഓഫ് വാൺസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. 3 കാർഡ്സാണ് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഷിഫ്റ്റ് വരാൻ പോകുന്നു. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ വരുന്ന ഒരു ഷിഫ്റ്റ് ആയിരിക്കും. ചില ബന്ധങ്ങളിൽ, ചില ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ പെട്ട് നിന്നിട്ട് അതിൽ പുറത്ത് വരാൻ കഴിയാതെ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നടക്കുന്നത് തെറ്റാണ്, ഞാൻ പോകുന്ന റൂട്ട് ശരിയില്ല എന്നൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയില്ല. കാരണം നമ്മൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരിക്കും. പക്ഷെ അവിടെ നിന്നൊരു ചീറ്റിംഗ് എനർജി കിട്ടിയാലും നമ്മൾ അവരെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഹൃദയവേദനയാണ്, താങ്ങാൻ പറ്റാത്തൊരു വേദനയാണ്. പക്ഷെ നമുക്കത് പുറത്ത് വരാൻ പറ്റാതെ നിൽക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരുന്നു, നിങ്ങൾക്ക് പുറത്ത് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഫസ്റ്റ്. ഇത് അങ്ങനെ പെട്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൽ ഉള്ള കാര്യമാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവം നേരത്തെ നടന്നിട്ടുണ്ടാവും, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. അതൊരു ട്രോമയായിട്ട് നിങ്ങളുടെ മൈൻഡിൽ കിടന്ന് അതിങ്ങനെ നെഗറ്റീവ് എനർജിയായിട്ട്, നെഗറ്റീവ് തോട്ട്സായിട്ടും വന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയാതെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റുമെന്നാണ് കാണുന്നത്. അല്ലാത്തവർക്ക് കുറച്ച് ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ മൈൻഡിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരുന്നു. പിന്നെ ഇവിടെ മൊത്തത്തിലൊരു ജസ്റ്റിസ് വന്നിട്ടുണ്ട്, സണ്ണ് വന്നിട്ടുണ്ട്, 10 ഓഫ് വാൺസ്. ഇതെല്ലാം പറയുന്നത് നിങ്ങൾക്ക് ന്യായം കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ന്യായമല്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരുന്നുവെങ്കിൽ, അതൊരു ബേഡനായിരുന്നു നിങ്ങൾക്ക്. ഇത്രയും ദിവസം അതിങ്ങനെ നടന്ന് ആ ഭാരം ചുമന്ന് നിങ്ങൾക്ക് ഇറക്കി വെച്ച്, എപ്പോഴാണൊന്ന് ഇറക്കി വെച്ചിട്ട് എൻ്റെ ജീവിതത്തിലൊരു ന്യൂ ബിഗിനിങ്സ് വരുമെന്ന് നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി സഹിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു എൻഡിങ് വരാൻ പോകുന്നു. 10 എന്ന് പറയുമ്പോഴേ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്, ആ ഭാരമെല്ലാം നമുക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ന്യായം കിട്ടും. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചാലഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കൊട്ടും ന്യായമല്ലാത്ത രീതിയിൽ നിങ്ങളോട് ആരെങ്കിലും പെരുമാറി, അത് ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദ ഡെവിളും വന്നിട്ടുണ്ട്, 7 ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്. നിങ്ങളോട് എന്തോ ഒരു ചീറ്റിംഗ് എനർജി, ന്യായമല്ലാത്ത രീതിയിൽ നിങ്ങളോട് ആരൊക്കെ പെരുമാറിയിട്ടുണ്ട്, ഒരു ചതി, ഒരു വഞ്ചന, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു മാറ്റവും വരാതെ എൻ്റെ ലൈഫ് ഇനി ഒരിക്കലും മാറില്ലേ എന്ന് നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടുണ്ട്. അതിനാണ് ഒരു ന്യായം വരാൻ പോകുന്നു, ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. ഇതിപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഒരു മൂവ്മെൻറ്റും ഇല്ല, ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരുപാട് പണം ചിലവാക്കിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് അത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൊരു ചേഞ്ചും വരാതെ സ്റ്റക്കായി, അല്ലെങ്കിൽ അതിൽ തന്നെ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് പേര്, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് പേരും കുറച്ച് വ്യക്തികളായിട്ട് നിങ്ങളെ ചിലപ്പോൾ ചതിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ചീറ്റിംഗ് എനർജിയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു എൻഡിങ് വന്നിട്ട് നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. നിങ്ങൾ ഒരു പ്രൊമോഷനിലൊക്കെ എന്തെങ്കിലും കിട്ടാതെ അങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ന്യൂ ബിഗിനിങ്സ് വരുന്നു. എന്തായാലും ഒരു പുതിയ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ നടക്കാൻ സമയമായി, ആ ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല ഇവിടെ ദ സണ്ണ് വന്നിട്ടുണ്ട്, ദ വേൾഡ് വന്നിട്ടുണ്ട്. രണ്ടും പറയുന്നത് പോസിറ്റിവിറ്റി, സക്സസ്, നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്,
ആ കാലചക്രം ദ വേൾഡ് എന്ന് പറയുമ്പോഴേ ഒരു വളയത്തിൽ നമ്മളിങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട് നിങ്ങളിങ്ങനെ നിന്ന് വീണ്ടും വീണ്ടും ഒരേ പാറ്റേണിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഒരു വലിയൊരു ചേഞ്ച് വരുന്നു, എന്തായാലും ഒരു പോസിറ്റീവ് ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റിസും അതാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ നടക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിനെല്ലാം ഒരു അനുകൂലമായ സമയം വരും. അതിനുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്കുണ്ടാവും, ഒരു ഗ്രോത്ത് ഉണ്ടാവും. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ ഒരു ചീറ്റിംഗ് എനർജിയിലൊക്കെ നിങ്ങൾ പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ് വരാം. ഇപ്പം നിങ്ങൾക്ക് ടോട്ടലി എൻഡായി പോയിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പുതിയൊരു വ്യക്തി കടന്നു വരുന്നതായിരിക്കാം. നിങ്ങളങ്ങനെ ആഗ്രഹിച്ച് ഒരു പുതിയൊരു വ്യക്തി വന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായിരിക്കാം. അതുമല്ല നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തായാലും ആ ഒരു ബേർഡനായിട്ടിരുന്നത് മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി, അല്ലെങ്കിൽ മണിയൊന്നും ഇല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത കാര്യത്തിലാണെങ്കിലും ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് മണി വരാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റും കിട്ടാത്തിടത്ത് നിന്ന് നിങ്ങൾക്ക് മണി വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ജീവിതത്തിൽ നിങ്ങളെ എല്ലാവരും കൂടെ കോർണർ ചെയ്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തി, ഞാൻ തനിച്ചായി പോയി, എനിക്കാരുമില്ല, ഇനി എന്താണ് എൻ്റെ ലൈഫ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് വേദനിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് സണ്ണാണ്. നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആ ദുഃഖങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് നിന്നിട്ടുണ്ടെങ്കിലും, കാരണം അവിടെ ദ ഡബിൾ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അതും എൻഡായി പോകുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഭാഗത്ത് ഇപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വാല്യൂവും നിങ്ങളുടെ സ്നേഹം ഒന്നും മനസ്സിലാക്കാതെ മാറി നിന്ന് നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു എൻഡായി നിങ്ങളുടെ ന്യായം നിങ്ങൾക്ക് വരാം. അത് ചിലപ്പോൾ ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടെ 3 years ഞാൻ പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുകയും അവരിൽ ഒരു മാറ്റം വന്ന് അവർ തിരിച്ചു വരികയും ചെയ്യും എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എംബററാണ്. നിങ്ങളുടെ അടുത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടിരിക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ കുറേ ഒരു സെൻസിറ്റീവായിട്ടുള്ള വ്യക്തി, ചെറിയൊരു കാര്യം വന്നാലും നിങ്ങൾ തളർന്ന്, ചെറുതല്ല, നിങ്ങളുടെ കുറേ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയി എത്രയൊക്കെ അനുഭവിച്ചാൽ നിങ്ങൾക്കത് നിങ്ങളിങ്ങനെ ചേസ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് വരാൻ കഴിയും. നിങ്ങളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ടൊക്കെ നിങ്ങൾക്ക് മാറും. നമ്മുടെ മനസ്സിൽ വരുന്ന ചേഞ്ചാണ് ഏറ്റവും വലിയ ചേഞ്ച്. നമ്മളപ്പോൾ അത്രയും സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറാൻ തുടങ്ങും. അതായത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന, വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന, നമ്മുടെ മൈൻഡിന് ഇമോഷൻസിന് മാത്രം അടിമപ്പെടാതെ ലൈഫിനെ വളരെ പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും എന്നാണ് കാണുന്നത്. വീണ്ടും വന്നിരിക്കുന്ന ഏസ് ഓഫ് സോർട്സ് ആണ്. നിങ്ങൾക്ക് ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. നിങ്ങളുടെ മൈൻഡിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് കറക്റ്റാണോ, ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റാണോ, അങ്ങനെയൊക്കെ നിങ്ങൾ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നാണ് കാണുന്നത്. എന്താ വീണ്ടും നോക്കൂ, ഡെത്ത് ആൻഡ് റീബർത്ത്, ദ ഫൂല് വന്നിരിക്കുന്നത് എല്ലാ ന്യൂ ബിഗിനിങ്സ് ആണ്. വീണ്ടും ഡെത്ത് ആൻഡ് റീബർത്ത് അതാണ്, എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്സ്. ഇവിടെ 10 of Wands പറയുന്നത് അതാണ്. വീണ്ടും ദ ഫൂലും പറയുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു വലിയൊരു ഷിഫ്റ്റ് വരാൻ പോകുന്നു. അത് നിങ്ങൾ കുറച്ച് പേർക്ക് മൈൻഡിലായിരിക്കും, ജീവിതത്തിലായിരിക്കാം, കരിയറിലായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പം നമുക്കിനി ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, within the next few weeks, okay, be assertive a year from now. ഒരു കാർഡ് കൂടെ എടുക്കാം. ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഓക്കെ, കൂട്ടം വന്നിരിക്കുന്ന വെയിറ്റ് എന്നാണ്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നുണ്ട്, ഇയർ ഫ്രം നൗ എന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഷിഫ്റ്റ് ആരംഭിക്കുകയാണ്. കുറച്ച് പേർക്ക് 1 വർഷത്തിനുള്ളിൽ തന്നെ നടക്കും. കുറച്ച് പേർക്ക് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിൽ, ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നടക്കും. എന്തായാലും 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താണോ ആഗ്രഹം സഫലമാകണമെന്ന് ആഗ്രഹിച്ച് അത് കംപ്ലീറ്റഡ് ആവും. ഈ അസർട്ടീവ് എന്ന് വന്നിട്ടുണ്ട്. നിങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് വളരെ ഓപ്പണായിട്ട് ധൈര്യത്തോടെ
പറയുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടും ശരിയല്ലെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയണം തോന്നും. നമ്മുടെ ഈ തൊണ്ട വരെ വരും. പുറത്ത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്തത് മറ്റുള്ളവരെന്ത് വിചാരിച്ചാലും ചിലപ്പോൾ വിചാരിക്കും അതുകൊണ്ട് പ്രശ്നമാവോ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ കുറേ സ്ട്രെസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കും. പറയാനുള്ളത് പറയാതെ ഇങ്ങനെ നീറിയിരിക്കും. സോ അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്നാണ് പറയുന്നത്. ഏസ് ഓഫ് സോട്ട്സ് ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്കൊരു ക്ലാരിറ്റി അതേ കാര്യമാണ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ്. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കടന്നു പോകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും എന്നാണ് കാണുന്നത്. പിന്നെ അവിടെ വെയിറ്റ് എന്നും വന്നിട്ടുണ്ട്. നിങ്ങളോട് ക്ഷമയോടെ ശാന്തമായി ഇരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.